നെയ്യാറ്റിൻകര വെള്ളറടയ്ക്ക് സമീപം കാട്ടാന ഒരാളെ കുത്തിക്കൊന്നു. കേരള തമിഴ്നാട് അതിർത്തിയിൽ പേണുവിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ഗുരുതരമായി പരിക്കേറ്റ കാഞ്ഞിരംപാറ സ്വദേശി രാജേഷാണ് മരിച്ചത്. പ്രദേശത്ത് 4 കാട്ടാനകളാണ് ഇറങ്ങിയത്. ഇതിൽ 2 എണ്ണം കാടുകയറിയെങ്കിലും മറ്റുള്ള 2 എണ്ണം തമിഴ്നാട് അതിർത്തിയിലെ ജനവാസ മേഖലകളിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. അരുൺ മോഹൻ കൂടുതൽ വിവരങ്ങൾ നൽകും. അരുൺ, ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ വളരെ അടുത്തടുത്ത് വീണ്ടും ജീവൻ നഷ്ടമാകുന്ന സാഹചര്യം അത് ഗുരുതരമായി എടുക്കുന്നുണ്ട്, ഗൗരവത്തോടെ കാണുന്നുണ്ട് എന്ന് വനംമന്ത്രി പറയുമ്പോഴും ഇത്തരത്തിൽ സംഭവങ്ങൾ തുടരുന്നു. എന്താണ് അവിടെ നടന്നത്? അവിടെ ഈ കാട്ടാന ശല്യമുള്ള ഒരു പ്രദേശമാണോ? ഇവിടെ കാട്ടാനയുടെ ശല്യം ഇല്ലാത്തൊരു പ്രദേശമാണ്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും കാട്ടാന ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെയുള്ള ജനങ്ങളെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച കേരള തമിഴ്നാട് അതിർത്തിയാണ് ഈ പ്രദേശം. വെള്ളറട എന്ന് പറയുന്നത് കേരളത്തിന്റെ തെക്കേ അറ്റത്തെ പ്രദേശമാണ്. ഇവിടെ കന്യാകുമാരി ജില്ലയോട് ചേർന്ന് കിടക്കുന്ന ഈ പ്രദേശത്തെ വനഭൂമിയായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ അതിർത്തി ഗ്രാമത്താണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തുന്നതും. 4 കാട്ടാനകളാണ് ഇവിടെ ഈ പ്രദേശത്തെ കണ്ടെത്തിയത്. അതിലൊന്നായിരുന്നു ഈ പറയുന്ന പേണു സ്വദേശിയായ രാജേഷ് എന്ന 46-കാരന്റെ ജീവനെടുത്തത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് ഇവിടെ ഇറങ്ങിയ കാട്ടാനയെ കൃഷിയിടത്തേക്ക് ഇറങ്ങുകയായിരുന്നു. ഇത് ഉന്നതികൾ ഉള്ള സ്ഥലം കൂടിയാണ്. അവിടെ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് എത്തിയ കാട്ടാനയെ വിരട്ടി ഓടിക്കാൻ എത്തിയതായിരുന്നു ഈ പറയുന്ന രാജേഷും കൂട്ടുകാരും. വിരട്ടി ഓടിച്ചതിന് ശേഷം സമീപത്തെ ഒരു പാറയിലേക്ക് അഭയം തേടുന്നതിനിടയിൽ കാട്ടാനയുടെ മുമ്പിൽ പെടുകയായിരുന്നു. അവിടെ വെച്ച് ആയിരുന്നു ആക്രമണം നടത്തുന്നത്. തുടർന്ന് കുഴുത്തുള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഒപ്പം മറ്റൊരാൾക്കും ഈ പറയുന്ന ടാപ്പിങ്ങിന് വേണ്ടി പോയ മറ്റൊരാൾക്കും ഈ പറയുന്ന ഒരു ആക്രമണം ഉണ്ടായെന്നുള്ളത് മറ്റു ഗൗരവമായ ഒരു കാരണമുണ്ട്. പക്ഷെ അതിന്റെ മറ്റു പരിക്കുകളിൽ അതിനെ അടിച്ചിടുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായത്. അദ്ദേഹം ഇപ്പോൾ ഈ പറയുന്ന ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുലശേഖരത്തെ ഒരു ആശുപത്രിയിൽ അദ്ദേഹം ചികിത്സയിലാണ്. എന്തായാലും ഈ പ്രദേശത്ത് വന്യജീവി ശല്യം ഉള്ളതാണ്. ഈ പറയുന്ന കുരങ്ങായ കാട്ടുപന്നികളും കാട്ടുപോത്തൊക്കെ ഉണ്ടെങ്കിലും കാട്ടാന ഇറങ്ങുന്നത് ഇത് ആദ്യമായാണ്. അതാണ് ജനങ്ങളെ ആശങ്കപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അത് വളരെ ഒരു ഗൗരവമായി എടുക്കണമെന്നുള്ളതാണ് കേരള തമിഴ്നാട് അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ഇവിടെയുള്ള ജനങ്ങൾക്ക് പറയാനുള്ളത്. റൈറ്റ്, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്. വലിയ കാട്ടാന പ്രശ്നങ്ങളില്ലാത്ത ഇടത്താണ് ഇങ്ങനൊരു ദാരുണമായിട്ടുള്ള സംഭവം നടന്നതെന്ന്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.